നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2025 ജൂലൈ മാസം 6-ാം തീയതി ഞായറാഴ്ച. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. മുൻകരുതലിൻ്റെ ഭാഗമായി 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയാണ് നിലവിലെ മഴയ്ക്ക് കാരണം. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന തിരമാലയ്ക്കും അതോടൊപ്പം തന്നെ കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തന്നെ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരളം കനത്ത നിപ്പ ജാഗ്രതയിൽ. സംസ്ഥാനത്ത് നിപ്പ പടരുന്ന സാഹചര്യത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർമാർക്ക് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. നിപ്പയുടെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഇന്നലെ രാവിലെ ചേർന്ന ഉന്നതതല യോഗത്തിലായിരുന്നു തീരുമാനം. നിലവിൽ പാലക്കാടും മലപ്പുറത്തുമാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ 2 കേസുകളും തമ്മിൽ ബന്ധമില്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. അതിനാൽ തന്നെ 2 രോഗികളെയും ഇൻഡെക്സ് രോഗികളായി കണക്കാക്കിയാകും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. കഴിഞ്ഞ ദിവസമാണ് 3 ജില്ലകളിലായിട്ട് 345 പേരുള്ള സമ്പർക്ക പട്ടിക പുറത്തിറക്കിയത്. വീണ്ടും ഉന്നതതല യോഗം ചേരുന്നതായിരിക്കും. ഇതിനുശേഷം വിപുലമായിട്ടുള്ള സമ്പർക്ക പട്ടിക പുറത്തിറക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വിതരണം ചെയ്യേണ്ട അവസാന മാസത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. 20ാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ് വിതരണം ചെയ്യേണ്ടത്. തുക ലഭിക്കാത്തതുകൊണ്ട് തന്നെ ഒരുപാട് കർഷകർ ഇപ്പോൾ ആശങ്കയിലുമാണ്. എങ്കിൽ പോലും ധനസഹായം മുടങ്ങില്ല. വീണ്ടും ഇതിൻ്റെ വിതരണം തുടരുക തന്നെ ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശ്വാസത്തിന് വകയുണ്ട്. വീണ്ടും 2000 രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഏതായാലും ഈ മാസം തന്നെ അതിൻ്റെ വിതരണം ഉണ്ടാകും. അത് വളരെ വൈകാതെ അക്കൗണ്ടുകളിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ്. കർഷകർക്ക് ഭാവിയിൽ ഈ ഒരു ആനുകൂല്യം അതിനി മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് ID എടുക്കുക എന്നുള്ളത്. ഇതിനു വേണ്ടിയിട്ട് കോമൺ സർവീസ് സെൻ്ററുകൾ, അതോടൊപ്പം തന്നെ അക്ഷയ സെൻ്ററുകൾ, ഒപ്പം മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ, അവിടങ്ങളിലെല്ലാം തന്നെ ഇതിനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ക്രമീകരിക്കുകയും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ആധാർ കാർഡ്, ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ, അതോടൊപ്പം തന്നെ ഈ വർഷത്തെ കരമടച്ച രസീത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കയ്യിൽ കരുതണം. ഇവയുമായി എത്തിച്ചേർന്ന് വേണം നിങ്ങൾ ഈ വെരിഫിക്കേഷൻ പൂർത്തിയാക്കാനായിട്ട്. ഇത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ കർഷകർക്ക് ഒരു ID ജനറേറ്റ് ആവുകയും അതോടൊപ്പം തന്നെ ഒരു ID കാർഡ് കൂടി അത് ഭാവിയിൽ ലഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രധാന അറിയിപ്പ്. അതുമാത്രമല്ല, കർഷകർക്ക് കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നവരല്ലാതെ കൃഷിഭൂമിയുള്ള വേറെയും ചില കർഷകരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ പ്രോപ്പർട്ടി കാർഡിൻ്റെ വിതരണവും സംസ്ഥാനത്ത് ഇപ്പോൾ നടപ്പിലാക്കാൻ പോവുകയാണ്. സംസ്ഥാന സർക്കാരാണ് പ്രോപ്പർട്ടി കാർഡിൻ്റെ വിതരണം നടത്താനായിട്ട് പോകുന്നത്. നവംബർ മാസം 1-ാം തീയതി മുതലായിരിക്കും ഇതിൻ്റെ വിതരണവും ആരംഭിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കഴിഞ്ഞ 21-ാം തീയതി മുതലാണ് നമുക്കറിയാം ജൂൺ മാസത്തെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചത്. ഇനി ജൂലൈ മാസത്തിൽ സാധാരണ ലഭിക്കുന്ന തീയതിക്ക് ശേഷം മാത്രമായിരിക്കും ലഭിക്കുക. 3200 രൂപ നമുക്ക് കുടിശ്ശികയുണ്ട്. അത് അടുത്ത മാസം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഉറപ്പില്ല. കാരണം സെപ്റ്റംബർ മാസം 5-ാം തീയതി മുതലാണ് ഓണം ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ സാധാരണത്തെ പോലെ തന്നെ 1600 രൂപ വിതരണം ചെയ്ത് സെപ്റ്റംബർ മാസത്തെ പെൻഷനും അതോടൊപ്പം തന്നെ ഒരു ഗഡു കുടിശ്ശികയും ചേർത്ത് 3200 രൂപ ആ മാസം തുടക്കത്തിൽ തന്നെ വിതരണം ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇനി അതല്ല എങ്കിൽ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ അത് മാക്സിമം വൈകിപ്പിച്ചുകൊണ്ട് ഓഗസ്റ്റ് മാസത്തെ 1600 രൂപയോടൊപ്പം തന്നെ ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് ഓണത്തിന് മുൻപേ എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിലുള്ള ഒരു വിതരണവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ 2 രീതിയിലാണ് 3200 രൂപ നമുക്ക് ലഭിക്കാനുള്ള സാധ്യത. എന്തായാലും ജൂലൈ മാസത്തിൽ 1600 രൂപ മാത്രമാണ് നമുക്ക് ലഭിക്കുക. പക്ഷേ ഓഗസ്റ്റ് മാസത്തിൽ 3200 രൂപ ലഭിക്കുന്നതിനുള്ള ചെറിയൊരു സാധ്യതയുണ്ട്. ഓണത്തിന് മുൻപ് ഏതായാലും ഒരു മാസത്തെ തുകയോടൊപ്പം തന്നെ കുടിശ്ശിക കൂടി ചേർത്ത് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഉറപ്പായിരിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഇടിവുമായെത്തി ആശ്വാസമായ സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി. ശനിയാഴ്ച ജൂലൈ 5-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 10 രൂപ കൂടി 9060 രൂപയിലും പവന് 80 രൂപ കൂടി 72480 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. വെള്ളിയാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് 9050 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ എല്ലാം ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക.
വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.